Hello, welcome back to another video. Bajaj Pulsar N125. റീസെൻ്റ്ലി ഇപ്പോൾ ഒത്തിരിയേറെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മോഡലിൻ്റെ സ്പൈ ഷോട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നെക്സ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു 125cc മോഡലാണ്. N സീരീസിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈ ഷോട്ട് വീഡിയോ ഒരു വേറെ ചാനൽ കാര്യങ്ങളിൽ അപ്ലോഡ് ആയതാണ്. സോ ആ ഒരു സ്പൈ ഷോട്ട് വീഡിയോനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പൈ ഷോട്ട് ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വലിച്ചിട്ടായിട്ട് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഡിസൈനേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോണ്ടിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ N സീരീസിലാണ് ഈ ഒരു ബോണ്ടിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ടാങ്ക് പോർഷനൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പ് ആൻഡ് ഒരു ബൾക്കി ഫീൽ നൽകുന്ന ഒരു ടാങ്ക് പോർഷൻ കാര്യങ്ങളാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയും LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ റയർ പോർഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ LED ടൈലൈറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ നോർമൽ ഹാലിജൻ തന്നെയാണ് ഈ ബോണ്ട് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ച് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന സെയിം ഡിസൈൻ അല്ലാണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കാര്യങ്ങൾ ആ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ കാര്യങ്ങളിൽ തോന്നുന്നുണ്ട്. സോ ഇറ്റ് ഷോൺ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസൈനിങ് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് പോർഷനിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മീറ്റർ കൺസോളിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ തന്നെയാണ് ഈ ഒരു മോഡൽ വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. റയർ പോർഷനിൽ നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു 125cc ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് വരുള്ളൂ. പിന്നെ റയർ പോർഷനിലൊരു മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ, റയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോണ്ടിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ റയർ പോർഷനിൽ നൽകിയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സോ ഇച്ചിരി കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലായിട്ടാണ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ സിംഗിൾ പീസ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഹാൻഡിൽ പോർഷനിലൊക്കെ നമുക്കൊരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡ് മോഷൻ കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ റൈഡർ ഇരിക്കുന്നത് കണ്ടറിയാം, അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡ് മോഷൻ കാര്യങ്ങളാണ്. സോ ഒരു സിറ്റി റൈഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് രീതിയിലുള്ളൊരു സിറ്റി റൈഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലിംഗ് രീതി കാര്യങ്ങളൊക്കെയാണ് ഒരു ലുക്ക് വൈസ് കാര്യങ്ങൾ തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് നൽകിയിട്ടുള്ളത്. പ്രീവിയസ്ലി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ഉണ്ട്. സോ സെയിം ഡിസൈൻ തന്നെയാണ് കാണുമ്പോൾ തോന്നുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ മോഡലുകളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലും ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ടാങ്ക് പോർഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജും കാര്യങ്ങളും ടാങ്ക് പോർഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം നമുക്ക് കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സസ്പെൻഷൻ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളാണ്. അതുപോലെ റയർ പോർഷനിൽ മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ആ വീഡിയോ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് രീതിയിലായിരുന്നു ആ സസ്പെൻഷൻ ട്യൂൺ ചെയ്യാനാണ് നോക്കുന്നത്, ആ ഒരു സസ്പെൻഷൻ വേവിങ് കാര്യങ്ങളൊക്കെ വെച്ച്. സോ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റി റൈഡിങ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. റയർ പോർഷനിൽ നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങൾ. ഇപ്പോൾ നോർമലി 125cc വന്നുകൊണ്ടിരിക്കുന്ന മോഡൽസ് എല്ലാം ഫ്രണ്ടിലാണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. റയർ പോർഷനിൽ നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങളാണ്. സോ ഒരു ABS കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ എക്സ്പെക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് എയർ കൂളിംഗ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സീറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഷോർട്ടർ ആയിട്ടുള്ള റൈഡേഴ്സും കാര്യങ്ങൾക്ക് ഇത്തിരി കംഫർട്ടബിൾ ആയ രീതിയിലുള്ള ഒരു വണ്ടിയാണ്. കാരണം അത്ര വലിയൊരു സീറ്റ് കാര്യങ്ങളും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാൻ ഷൂട്ട് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള സീറ്റ് കാര്യങ്ങളാണ് ഒരു ലുക്ക് വൈസ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കൊരു ഹെവിനെസ് കാര്യങ്ങൾ എനിക്ക് വണ്ടിയുടെ പോർഷനിൽ തോന്നുന്നില്ല. ഒരു കുട്ടി മോഡലായിട്ട് രീതിയിലാണ് ആ സീറ്റ് പോർഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ തോന്നുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഡിസൈനും അതുപോലെ നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് വരാൻ പോകുന്ന ഒരു ബജാജിൻ്റെ 125cc മോട്ടോർ സൈക്കിളായിട്ടാണ് ഈ ഒരു N125 എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സ്പൈ ഷോട്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ ഉടനെ ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഒരു സ്പൈ ഷോട്ട് കാര്യങ്ങൾ വരാനുള്ള ഒരു ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ചും കാര്യങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു 125cc മോട്ടോർ സൈക്കിൾ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം TVSൻ്റെ റൈഡർ 125ഉം അതുപോലെ തന്നെ ഹീറോ എക്സ്ട്രീം 125 എല്ലാം ഒരു കോമ്പറ്റേറ്റർ ആയിട്ടാണ് നിലവിൽ ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലും ആയിരിക്കും ബജാജ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മോഡലോട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ കാര്യങ്ങൾ എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.